എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അനു ആൻഡ് മീയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റാഗി ഉപയോഗിച്ചുള്ള നല്ലൊരു സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റോടു കൂടി തയ്യാർ ചെയ്തെടുക്കണം നമുക്ക് നോക്കിയാലോ. അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഇത് അനിൽ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്. സ്വാദ് അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുടെ ഇതുപോലെ സേമിയയുടെ ഉൽപ്പന്നം വന്നിട്ടുണ്ട്. അപ്പോൾ റാഗിയുടെ ഇതുപോലത്തെ ഒരു ഉപ്മാവ് നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അര പാക്കറ്റാണ് എടുക്കുന്നത്. നമ്മൾ സാധാ സേമിയയുടെയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ നമുക്കിത് തയ്യാർ ചെയ്തെടുക്കാം. ഇതിൽ സ്വല്പം ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് വയ്ക്കുക. ഇപ്പോൾ നല്ല ഡ്രൈ ആണ്, അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കും. പിന്നെ 4-5 തവണ നമ്മളൊന്ന് കുതിർത്ത് വെള്ളത്തിലിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്ത ശേഷം നമ്മൾ എത്രത്തോളം കുറച്ച് നേരം കുതിർക്കാൻ വെക്കണോ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സേമിയ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകി വെള്ളം കംപ്ലീറ്റ് വെള്ളം വാരാൻ വേണ്ടി അനുവദിക്കണം. അപ്പോൾ ഞാൻ ഒരു നല്ല വെള്ളത്തിൽ 2-3 തവണ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ആ ഡ്രൈ ഒക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ നല്ല രീതിയിൽ 4-5 തവണ ഒന്ന് കഴുകി വെള്ളമൊക്കെ വരാൻ വേണ്ടി അനുവദിക്കാം. അതിനുശേഷം ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓട്ടയുള്ള പാത്രങ്ങളുണ്ടല്ലോ മൂടിയുള്ളതിൽ അതിൽ വെച്ചിട്ടോ ഒന്നിട്ടിട്ട് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാം. ആവി കയറ്റിയിൽ ആവിയിൽ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും അത്. അപ്പോൾ ഇതുപോലെ ഒരു ആവി തട്ടിലിട്ടിട്ട് ആവി കയറ്റി എടുക്കുക. ഇത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉപ്മാവിനുള്ളത് തയ്യാറാക്കാം. 3 സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പൊട്ടിക്കടല, അതുപോലെ ഉഴുന്നും പരിപ്പ്, പിന്നെ കടലപ്പരിപ്പ്, വറ്റൽമുളക്, ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പൊക്കെ ചേർക്കുന്നത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷെ ഇതൊക്കെ ഇട്ട് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഇഞ്ചിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് റോസ്മേലൊക്കെ ഒന്ന് മാറി വരുന്നവരെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെറുതീയിലിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല ഫ്രഷ് കുറച്ച് കറിവേപ്പില, അതുപോലെ പച്ചമുളക് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് 2-4 പച്ചമുളക് ചേർക്കാം. അതുപോലെ തന്നെ 1-2 തണ്ട് കറിവേപ്പില. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഉപ്മാവിന്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാവുന്നതാണ്. ഞാനൊരു 4 എണ്ണം ചെറുതെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. 2 ചെറിയൊരു സവാള പൊടിയായി നുറുക്കിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയൊക്കെ ഒരുപാട് ബ്രൗൺ കളർ ആവണമെന്നില്ല. ഉള്ളിയുടെ ആ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ അതുവരെ ചെറുതീയിലിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാവേ. ഉപ്മാവിന് ആവശ്യമായ അളവിൽ സ്വല്പം ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും നമുക്ക് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെയൊക്കെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ ചെറുതീയിൽ നന്നായിട്ടൊക്കെ ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇനി പ്രത്യേകിച്ച് മസാലയൊന്നുമില്ല. നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള നമ്മുടെ ആവി കയറ്റി എടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു റാഗിയുടെ കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഏറ്റവും നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ ഒരു മസാല, എണ്ണ, ഉള്ളിയൊക്കെ വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നാളികേരം ചെരുവിയതോടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ ആവി കയറ്റുന്ന സമയത്ത് നമുക്ക് നാളികേരം ഇട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏറ്റവും അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ തന്നെ നമ്മുടെ സേമിയ ഉപ്മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. റാഗി ഉപയോഗിച്ച് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു ഉപ്മാവാണ്. അതുകൂടാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ തയ്യാറാക്കുമ്പോൾ തോന്നി ഈ ഒരു വീഡിയോ കൂടി നമുക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടമാവും.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സമയത്ത് ചായയോടൊപ്പമോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ നമുക്കിത് ഉൾപ്പെടുത്താം. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നമ്മൾ ഈ കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ്. കഴിക്കാനും നമുക്ക് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുന്നതും നല്ലൊരു ടേസ്റ്റാണ്. എനിക്കത്തിരി ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്കും ഇഷ്ടമാവും. തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.